സാരിയും കൊടുത്ത് മുല്ലപ്പൂവും ചൂടി ആടയാഭരണങ്ങളൊന്നുമില്ലാതെ എന്റെ വധുവായി എന്റെ പെണ്ണിനെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം വികാരമായിരുന്നു എന്നിൽ. എന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് ഞാൻ അറിഞ്ഞു. മുഹൂർത്തമാവുന്നതും കാത്ത് ക്ഷേത്രത്തിന്റെ ഒരു കോണിൽ നിൽക്കുമ്പോൾ പെണ്ണിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മുഖം താഴ്ത്തിയാണ് അവിടെ ആ നിൽപ്പെങ്കിലും കൺമിഷി എഴുതിയ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടുകാർ അറിയാതെയുള്ള ഈ വിവാഹം അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് സ്വപ്നം കണ്ടതായിരുന്നു ഞാനും അവളും ഈ ദിവസം. ഞങ്ങളുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടിയുള്ള വിവാഹം. അതിനേക്കാളൊക്കെ അവളെ നോവിക്കുന്നത് അവൾ ജീവനായി കരുതുന്ന അവളുടെ അച്ഛൻ കൂടെയില്ലല്ലോ എന്ന് ഓർത്താണ്. ഞാൻ അവളെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ എന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ആ മനസ്സ്. എന്റെ പേര് ആദിനാഥ്, ആദി എന്ന് വിളിക്കും. 2 വർഷങ്ങൾക്ക് മുന്നെയാണ് എന്റെ വീടിന് മുന്നിൽ കൂടി എന്റെ കസിൻ അനുവിന്റെ കൂടെ ചിരിച്ചു കളിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരുവിധം എല്ലാ ആൺകുട്ടികളെ പോലെയും അത്യാവശ്യം കോഴിത്തരവും ഫേസ്ബുക്കിൽ ടൈം പാസിനുള്ള ലൈനടിയും കുറച്ച് ചുറ്റിക്കളിയും ഉണ്ടായിരുന്ന ഞാൻ അവളെ പറ്റി പിന്നീട് അന്വേഷിച്ചു. പേര് പാർവതി. എന്റെ വീടിനടുത്താണ് വീട്. അമ്മയും അച്ഛനും ഒരനിത്യമുണ്ട്. കാണാൻ കൊള്ളാം. ചുമ്മാ ഒന്ന് മുട്ടി നോക്കാമെന്ന് കരുതി അനുവിനോട് ചോദിച്ച് ഫേസ്ബുക്ക് ID കണ്ടുപിടിച്ച് റിക്വസ്റ്റ് അയച്ചു. പക്ഷെ പെണ്ണ് മൈൻഡ് ചെയ്തില്ല. അനുവിനെ ചാക്കിലാക്കി അന്വേഷിച്ചപ്പോഴാണ് തേപ്പും കിട്ടി ഇരിപ്പാണെന്ന് മനസ്സിലായത്. 3 മാസത്തെ റിലേഷൻഷിപ്പാണത്രേ. അതല്ല രസം. തേപ്പ് കിട്ടിയിട്ട് ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞു. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. ഇവിടെ ഞാനൊരുത്തി തേച്ചാൽ അടുത്ത സെക്കൻഡ് മറ്റൊരുത്തിയെ വളക്കും. അപ്പോഴാ ഒരുത്തെ ഇട്ടേച്ച് പോയതിന്റെ പേരിൽ ഇത്രയും നാൾ നിരാശാകാമുകയായി നടക്കുന്നത്. അനുവിന്റെ കാല് പിടിച്ച് പറഞ്ഞ് ഞാൻ അയച്ച ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാനൊരു ഹായ് അയച്ചു. പെണ്ണിത് ചറമറാന്ന് മെസ്സേജ് അയക്കുന്നു. ചേട്ടനെന്നെ ഇഷ്ടമാണെന്ന് അനു പറഞ്ഞു. ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയത് കണ്ണീര് മാത്രമാണ്. ഇനിയും കരയാൻ എനിക്ക് വയ്യ. ചേട്ടന് നേരമ്പോക്കിന് പ്രേമിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ആ തെണ്ടിയാനു എന്നെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കാലം മാറാം. അതേയുള്ളൊരു വഴി. എന്റെ പ്രണയം ഞാൻ സൗഹൃദമായി അവതരിപ്പിച്ചു. അല്ല പിന്നെ എന്റെ അടുത്ത കളി. ആദ്യം അവളുമായി അടുത്തു. ഞാൻ കൂടുതൽ അറിയുകയായിരുന്നു അവളെ. ഒരു വായാടി, അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ളവൾ, കുഞ്ഞു കുട്ടികളെ പോലെയായിരുന്നു അവൾ. ചെറിയ കാര്യം മതി സന്തോഷിക്കാനും സങ്കടപ്പെടാനും. മുന്നത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയായിരുന്നു അവൾ. അവളോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നി തുടങ്ങി. നേരം പോക്കിന് വേണ്ടി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തത് ഞാൻ അവരെല്ലാം ഒഴിവാക്കി. എന്റെ സംസാരം അവളിലേക്ക് മാത്രമായി ഒതുങ്ങി. മറ്റാരോടും ഇതുവരെ തോന്നാത്തൊരിഷ്ടം എനിക്ക് അവളോട് തോന്നി തുടങ്ങിയിരിക്കുന്നു. അവളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കി ഞാൻ എന്റെ പ്രണയം അവളോട് പറഞ്ഞു. പാവം എന്നോട് ഒരുപാട് പറഞ്ഞു എപ്പോഴും നല്ല സുഹൃത്തായിരിക്കാമെന്ന്. ഞാനുണ്ടോ വിടുന്നു. എന്നിട്ടും എന്നോട് അവൾ സംസാരിക്കാതിരുന്നില്ല. അവൾ എൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിക്കുകയായിരുന്നു. കോഴിയായിരുന്ന ഞാൻ ആദ്യമായി ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി പ്രണയിച്ചു തുടങ്ങി. പിന്നീടൊരു വാശിയായിരുന്നു അവളെ സ്വന്തമാക്കണമെന്ന്. അവളുടെ പെരുമാറ്റത്തിലും അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് തോന്നി. ഒടുവിൽ അവൾ പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അന്ന് അവൾ എന്നോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. ഒരിക്കലും ഒരുപാട് കരഞ്ഞതാണ്. ഒരിക്കൽ കൂടി തോൽക്കേണ്ടി വന്ന ഇനിയും കരയാൻ ഞാൻ ഉണ്ടാവില്ല. ആ വാക്കുകൾ എന്നെ കുത്തി നോക്കുന്നതായി തോന്നി എനിക്ക്. അന്ന് ഞാൻ അവളോട് മനസ്സ് തുറന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചെയ്തതും സംഭവിച്ചതും എല്ലാം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. അവൾ എങ്ങനെ അതൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവളിൽ നിന്ന് ഇനിയൊന്നും മറച്ചു വെക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഈ നിമിഷം ഉണ്ടായതൊന്നും അവൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി എൻ്റെ അവകാശി അത് അവൾ മാത്രമാണെന്ന്. അവൾ പറഞ്ഞ മറുപടി അത് മാത്രം മതിയായിരുന്നു ജീവിതം അവസാനിക്കുന്നവരെ അവളെ ചേർത്ത് പിടിക്കാൻ. അന്ന് മുതൽ പൂക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രണയം. അവളുടെ ആദ്യേട്ടനും എൻ്റെ പാറുവും. അവളുടെ ആദ്യ പ്രണയം അപ്പോഴും എനിക്ക് അവ്യക്തമായ ചിത്രമായിരുന്നു. അതിനെപ്പറ്റി പറയുമ്പോഴൊക്കെ അവൾ ഭയപ്പെടുന്നതായി തോന്നി എനിക്ക്. ഒടുവിൽ എൻ്റെ വാശിക്ക് മുന്നിൽ അവൾ അടച്ച അധ്യായം ഒന്നുകൂടി തുറന്നു. എൻ്റെ പെണ്ണിൻ്റെ ആദ്യ പ്രണയം. അവനാണ് ആദ്യം പ്രണയം പറഞ്ഞത്. പിന്നീടുള്ള സംസാരത്തിലൂടെ അവൾക്ക് അവൻ ഇഷ്ടമായി. അവളും തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. പിന്നീട് കുറച്ചുനാൾ ചാറ്റിംഗ്, കോളിംഗ്, വീഡിയോ കോൾ അങ്ങനെ നല്ല രീതിയിൽ പോയി. പിന്നീട് അവൻ പലപ്പോഴായി വീഡിയോ കോളിലൂടെ അവളുടെ ശരീരത്തിനായി കെഞ്ചി. അവൾ സമ്മതിക്കാതായപ്പോൾ അവൻ അവളോട് സംസാരിക്കാതെയായി, ഒഴിഞ്ഞു മാറി തുടങ്ങി. ഒടുവിൽ അവന്റെ സ്നേഹത്തിനായി അവൾ തന്റെ ശരീരം അവന് കാണിച്ചു കൊടുത്തു. പിന്നെയും അവൻ അതേ ആവശ്യം ഉന്നയിച്ചപ്പോൾ പാറു ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അത് മനസ്സിലാക്കി അവന്റെ ആഗ്രഹം ഇനി നടക്കില്ലെന്ന് തോന്നിയതിനാലാവണം അവൾ വേണ്ടെന്ന് വെച്ച് അവൻ പോയത്. എല്ലാം അവൾ തുറന്നു പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാനതറിഞ്ഞാൽ അവൾ വിട്ടു പോയാലൊന്ന് പേടിച്ചാണ് അവൾ ഇത്രയും നാളും പറയാതിരുന്നത്. അന്ന് ഞാൻ അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ ശരീരത്തിലെ ഞാൻ പ്രണയിക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ്. അവൻ നിന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ പോലും നിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു. കാരണം ഒറ്റ നോട്ടത്തിലല്ല ഞാൻ നിന്നെ പ്രണയിച്ചത്. നിന്നെ മനസ്സിലാക്കിയിട്ടാ എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചത്. വിവാഹം കഴിക്കണമെന്ന് ഈ ആദിക്ക് തോന്നിയ ആദ്യ പെണ്ണ് അത് നീയാണ്. എൻ്റെ കയ്യാൽ ഒരു താലി വീഴുമെങ്കിൽ
അത് നിന്റെ കഴുത്തിലാവും. ഇതെന്റെ വാക്കാണ്. അവളുടെ കണ്ണുനീരിനെ എന്റെ പ്രണയത്താൽ മായ്ച്ചു കളഞ്ഞു ഞാൻ. വേനൽ കൊഴിച്ചു കളഞ്ഞ ഇലകൾക്ക് പകരമായി ചുവന്ന് പൂത്ത് പടർന്നു കയറിയ ഗുൽമോഹർ പൂക്കൾ പോലെ ഞങ്ങളുടെ പ്രണയം പൂത്തുലഞ്ഞു. പ്രണയം തീർത്ത പിണക്കവും ഇണക്കവും ഞങ്ങളെ തമ്മിൽ പിരിയാനാവാത്ത വിധം അടുപ്പിച്ചു. അപ്പോഴാണ് അവളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധം അറിയുന്നത്. പാവം, ഒരുപാട് അടിയും വഴക്കും കുത്തുവാക്കുകളും കേട്ടു. അവസാനം ഇനി എന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന വാക്കിന്മേലാണ് ആ പ്രശ്നമൊന്ന് ഒതുങ്ങിയത്. പക്ഷേ എന്നിൽ നിന്ന് അകലാൻ അവൾക്ക് കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു ഉറപ്പിനു വേണ്ടി ആരും അറിയാതെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ജോലി പോലും ഇല്ലാതിരുന്നിട്ടും എനിക്ക് വേണ്ടി ഒരുപാട് വേദനിച്ചിട്ടും സമ്മതം പറഞ്ഞത്. ഇന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കണ്ട. അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. ശിവക്ഷേത്രത്തിൽ വെച്ച് മഞ്ഞച്ചരടിൽ കോർത്ത ഞാൻ വാങ്ങിയ പൊന്നിൻ താലി എന്റെ പെണ്ണിന്റെ കഴുത്തിൽ ചാർത്തുമ്പോൾ ഞങ്ങൾ ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിലെ പ്രണയത്തിന്റെ ചുവപ്പ് അവളിലേക്ക് ഒരു അടയാളമായി പടർത്തുകയായിരുന്നു ഞാൻ. എന്റെയും അവളുടെയും മാതാപിതാക്കളോട് മനസ്സിൽ ക്ഷമ ചോദിച്ച് ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അവളെ എന്നിൽ നടത്തി മാറ്റരുത് എന്നേ പ്രാർത്ഥിച്ചുള്ളൂ. അന്ന് വൈകിട്ട് വരെ അവളുടെ കൂടെ ഒരു താങ്ങായി നിന്ന് അവളെ സമാധാനിപ്പിച്ചു. ചെയ്ത് തെറ്റാണെങ്കിലും അവളെ വിട്ടുകളയാൻ എനിക്കാവില്ലായിരുന്നു. താൻ തോന്നിയായിരുന്നു എന്നെ നല്ലൊരു മനുഷ്യനാക്കിയത് എന്റെ പെണ്ണിന്റെ പ്രണയമായിരുന്നു. എനിക്ക് വേണ്ടി അവളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചവൾ, എന്നെ പ്രണയം കൊണ്ട് മൂടിയവൾ. ഞാനൊന്ന് ദേഷ്യപ്പെട്ടാൽ ആ കണ്ണുകൾ നിറയും. എന്നിലെ ദേഷ്യത്തെ ഇല്ലാതാക്കാൻ അവൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. വീട്ടുകാരെ എതിർത്ത് എന്നെ സ്നേഹിച്ച എന്റെ പാറു, എന്റെ നെഞ്ചിൽ സങ്കടമെല്ലാം അവൾ പെയ്തു തീർത്തപ്പോൾ താങ്ങായി അവളെ ഞാൻ നെഞ്ചോട് ചേർത്തു. പാറു, ഒരിക്കൽ കൂടി ഞാൻ താലി ചാർത്തു നിന്റെ കഴുത്തിൽ. ആദ്യമായിട്ടെന്ന പോലെ നീ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ അച്ഛനെ സാക്ഷിയാക്കി. എനിക്ക് സ്വന്തമാക്കേണ്ടത് നിന്നെ മാത്രമല്ല പെണ്ണെ. അച്ഛനില്ലാത്ത എനിക്ക് നിന്നിലൂടെ ഒരു അച്ഛനെ കിട്ടും. കാത്തിരിക്കാൻ ഞാൻ. നിന്റെ അച്ഛൻ നിന്റെ കൈപ്പിടിച്ചെന്നെ ഏൽപ്പിക്കുന്നവരെ. അവളിലെ സങ്കടത്തെ ഒരു പരിധിവരെ ശമിപ്പിച്ചു. വീട്ടിലേക്ക് മടങ്ങാൻ നേരം കഴുത്തിലെ താലി വീട്ടിൽ കണ്ട് പ്രശ്നമാവണ്ടെന്ന് കരുതി അത് അഴിക്കാൻ നോക്കുമ്പോൾ എന്റെ കൈകളിൽ തടസ്സമായി പിടിച്ച് അവൾ നോക്കിയപ്പോൾ ആ കണ്ണുകൾ വീണ്ടും നിറയുന്നുണ്ടായിരുന്നു. അന്ന് വരെ കുഞ്ഞുകുട്ടിയെപ്പോലെ പെരുമാറിയുന്ന അവളിൽ ഞാൻ കണ്ടത് പക്വതയുള്ള ഒരു ഭാര്യയായിരുന്നു. വേറെ വഴിയില്ലാതെ ദയനീയമായി അവൾ തന്നെ ആ താലി അഴിച്ച് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ ആ താലി അവളുടെ ജീവനാണെന്ന് അവൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. ഉടനെ തന്നെ ഞാനൊരു ജോലി ശരിയാക്കി. ഞങ്ങളുടെ സംസാരം മണിക്കൂറുകളിൽ നിന്നും മിനിറ്റുകളായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലുള്ള നേരിൽ കാണൽ മാസങ്ങളിൽ ഒരിക്കലായി കുറഞ്ഞു. എങ്കിലും എന്റെ ഓർമ്മകളിലും ഞങ്ങൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളിലും ആരുമില്ലാത്തപ്പോൾ നെറുകയിൽ സിന്ദൂരം ചാർത്തിയുമെല്ലാം അവൾ സന്തോഷിച്ചു. വല്ലപ്പോഴും മാത്രം തമ്മിൽ കാണുമ്പോൾ എന്റെ കയ്യിലെ താലി കഴുത്തിലണിഞ്ഞുകൊണ്ടുള്ള പെണ്ണിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആരും വരാത്തൊരു നാട്ടുവഴിയോരത്ത് മാസങ്ങൾക്ക് ശേഷം കണ്ടതിലുള്ള സന്തോഷം വാതോരാതെ പങ്കുവയ്ക്കായിരുന്നു പാറു. നെറുകയിലെ സിന്ദൂരവും കഴുത്തിലെ താലിമാലയും പെണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച പോലെ തോന്നി. ആ മുഖത്തേക്ക് അങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. പെണ്ണിന്റെ നോട്ടം കണ്ട് കണ്ണുരുട്ടി എന്നെ ഒരു നുള്ളുന്നുള്ളി. എന്റെ അമ്മോ, എന്തൊരു വേദനയാ പാറു, ഞാൻ കയ്യിൽ തടവി പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഇങ്ങനെ വായി നോക്കിയിരുന്നാലേ നുള്ളല്ല, ചിലപ്പോൾ കടിച്ചെന്ന് വരും. പെണ്ണ് വാശിയോടെ പറഞ്ഞതും അവളുടെ കൈ പിടിച്ചു വലിച്ച് എന്റെ നെഞ്ചിലേക്കിട്ട് ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലത്. ആദ്യേട്ടാ, എന്തീ കാണിക്കണ്? വിട്, ആരെങ്കിലും കാണും, വഴിയാണെന്നുള്ള ബോധമില്ലേ? എന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി വെപ്രാളപ്പെട്ട് പറഞ്ഞു. എന്താടി പെണ്ണെ, നീ കടിക്കുന്നില്ലേ? ഞാൻ അവളുടെ കാതോരം പതിയെ ചോദിച്ചു. അത് ഞാൻ പിന്നെ വെറുതെ വിട ആദ്യേട്ടാ, എനിക്ക് പേടിയാവുന്നു, വിക്കിക്കൊണ്ടവൾ പറഞ്ഞു. എന്തിനാ പെണ്ണെ നീ പേടിക്കുന്നേ? ഒന്നുമില്ലല്ലോ, നിന്റെ കെട്ടിയവനല്ലേ ഞാൻ, മീശ പിരിച്ച് പറഞ്ഞതും അവൾ എന്നെ തള്ളിമാറ്റി ചിരിക്കാൻ തുടങ്ങി. കണ്ടാലും മതി ഒരു കെട്ടിയവൻ, അതും പറഞ്ഞ് ഓടാൻ തുടങ്ങി അവളെ പൊക്കിയെടുത്ത് മതിലിനോട് ചേർത്ത് നിർത്തി അവളിലേക്ക് ഞാനും ചേർന്ന് നിന്നു. അവളുടെ ശ്വാസം എന്നിലേക്ക് ഒഴുകിയെത്തി. ആ ഹൃദയമിടിപ്പ് കൂടുന്നത് ഞാൻ അറിഞ്ഞു. ആ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മുഖത്തിനരികിലേക്ക് എൻ്റെ മുഖമടുപ്പിച്ചതും പെണ്ണ് കണ്ണുകൾ ഇറുകെ അടച്ചു. അവളുടെ കൈകൾ എൻ്റെ തോളിൽ അമർന്നു. ഒരു കുസൃതിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ എനിക്കായി തിളങ്ങുന്ന വെള്ളക്കല്ലിന് മുകളിൽ എൻ്റെ ആദരങ്ങൾ അമർത്തി ചുംബിച്ചു. അവളുടെ കവിളിൽ ഒരു കടി കൊടുത്ത് അവളെ ഒന്ന് നോക്കി. എൻ്റെ കടി ഒരു കുഞ്ഞു നോവൾക്ക് നൽകിയെന്ന് ചുവന്ന് കറങ്ങിയ ആ ഉണ്ട കണ്ണുകൾ കണ്ടാലറിയാം. എങ്കിലും അവളുടെ മുഖത്തൊരു ആശ്വാസം ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ അവളുടെ ആദരങ്ങളെ കവർന്നെടുത്തു. പെണ്ണിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരുന്നതായി. എന്നെ തള്ളിമാറ്റാൻ ശ്രമിച്ച അവളുടെ കൈകൾ എൻ്റെ കൈകളിലേക്ക് കോർത്ത് മതിലിലേക്ക് അമർത്തി പിടിച്ച് ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിൽ ആവേശത്തോടെ ഞാൻ അവളുടെ അധരങ്ങളെ നുകർന്നു. പതിയെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞപ്പോൾ അവളുടെ ഇടുപ്പിലെ പിടി ഞാനൊന്നുകൂടി മുറുക്കി അവളെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു.
പ്രണയിക്കുന്ന പെണ്ണിന്റെ ആദരങ്ങൾ നൽകുന്ന ചുംബനമെന്ന ലഹരിയോളം വരില്ല മറ്റൊരു ലഹരിയെന്നും ഞാൻ അറിയുകയായിരുന്നു. എന്റെ ആദരങ്ങളെ പതിയെ അവൾ നുകരാൻ തുടങ്ങിയിരുന്നു. ചുംബനത്തെ ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം അവളുടെ ചുണ്ടുകൾക്ക് വല്ലാത്ത രുചി തോന്നി. എത്ര രുചിച്ചിട്ടും മതി വരാത്ത പോലെ ഞാൻ അവളുടെ ചുണ്ടുകളെ വകഞ്ഞു മാറ്റി അവളുടെ കഴുത്തിലേക്ക് എൻ്റെ ആദരങ്ങൾ ചേർത്ത് ചുംബിച്ചു. ഒരു പിടച്ചിലോടെ അവളുടെ കൈ എൻ്റെ മുടിയിഴകളിൽ അമർന്നു. ഒരു കിതപ്പോടെ അവളിൽ നിന്ന് ഞാൻ അകന്നു മാറിയപ്പോൾ നാണത്താൽ ചുവന്നു തൊടുത്ത മുഖത്തോടെ എന്നെ നോക്കാനാവാതെ അവൾ നിന്നു. എന്തോ ആ നിൽപ്പ് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. എൻ്റെ ചിരി കണ്ട് എൻ്റെ നെഞ്ചിലൊരു ഇടിവെച്ച് തന്ന് പെണ്ണ് ഓടിപ്പോയി. അങ്ങനെ സന്തോഷകരമായി നാളുകൾ കടന്നുപോയി. അവളിലേക്ക് എൻ്റെയും എന്നിലേക്ക് അവളുടെയും ലോകം ചുരുങ്ങി. ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഉള്ള ഫോണിലൂടെയുള്ള കുറച്ചു നേരത്തെ സംസാരവും മാസങ്ങളെടുത്ത ഒരു അവസരം കിട്ടുമ്പോഴുള്ള നേരിൽ കാണലും ഞങ്ങളുടെ പ്രണയത്തെ ആഴമുള്ളതാക്കി. അവളുടെ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കാര്യം അവൾ വീട്ടിൽ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. അച്ഛനില്ലാത്തവൻ, താഴ്ന്ന ജാതി, സാമ്പത്തികമായി അവരുടെ കുടുംബത്തിന് താഴെ നിൽക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിച്ച് പറഞ്ഞു വിടുമ്പോൾ എന്നെ വേണമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പാറു. പിന്നീട് ഒരുപാട് ദിവസം അവളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. അവളോടൊന്ന് സംസാരിക്കാൻ മനസ്സ് കൊതിച്ചെങ്കിലും ഒരിക്കലും അവൾ എന്നെ വിട്ടുപോയില്ലെന്ന് ഉറപ്പായിരുന്നു. ആയിടക്കാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നത്. എടുത്തപ്പോഴേക്കും ആദ്യേട്ട എന്ന ഇടറിയ ശബ്ദത്തോടെയുള്ള എൻ്റെ പാറുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹലോ പാറുമോളെ, എത്ര നാളായിട്ട് പെണ്ണേ നിന്റെ ശബ്ദം കേട്ടിട്ട്. ഏട്ടാ, എനിക്കതിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്. നാളെ രാത്രി വീട്ടിൽ ആരും ഉണ്ടാവില്ല. ഒന്ന് ഇതുവരെ വരുമോ? എനിക്ക് കാണണം, സംസാരിക്കണം. 11 മണിക്ക് വരണേ. മുന്നിലെ വാതിൽ ഞാൻ തുറന്നിടാം. ശരി, ഞാൻ വെക്കുവാണേ, എന്നാലും വരണം. എനിക്കൊരു മറുപടി നൽകാൻ പോലും സമ്മതിക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. ദൈവമേ, ഈ പെണ്ണിത് എന്തു ഭാവിച്ച? ആരെങ്കിലും കണ്ടാൽ എന്തു ചെയ്യും? അവൾ വിളിച്ചിട്ട് ചെല്ലാതിരിക്കാനും പറ്റില്ല. അവളെ കാണാനുള്ള ആഗ്രഹത്താൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അവൾ പറഞ്ഞ സമയത്ത് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. വീടിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് ലൈറ്റ് ഇട്ടിരുന്നില്ല. ഞാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വീടിനകത്തേക്ക് കയറി വാതിലടച്ചു. അവൾ അടുക്കളയിലായിരുന്നു. വാതിലടക്കുന്ന ശബ്ദം കേട്ട് അവൾ വന്നു. അവളെ കണ്ടത് ഞാൻ ചൂടായി. നീ ഇത് എന്ത് ഭാവിച്ചാ പാറു? ആരെങ്കിലും കണ്ട എന്താ ചെയ്യാ? നിന്റെ കുട്ടികളുകാരൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞു തരും മുന്നേ പെണ്ണ് ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. എന്തോ എന്റെ ദേഷ്യം ഇല്ലാതായിരുന്നു. നീ എന്തിനാ വരാൻ പറഞ്ഞേ? അല്ല, അവരൊക്കെ എവിടെ? നീ എന്തോ ഒറ്റക്ക്? അപ്പോഴാണ് ഞാൻ അവളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്. പെണ്ണ് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഇതെന്താടി സാരിയൊക്കെ? ചോദ്യമൊക്കെ പിന്നെ. ആദ്യം എൻ്റെ കഴുത്തിൽ ആ താലി കെട്ടിത്താ. അവൾ പറഞ്ഞതും എൻ്റെ പേഴ്സിൽ നിന്ന് താലിയെടുത്ത് അവളുടെ കഴുത്തിലണിഞ്ഞു. ഒരു നുള്ളു കുങ്കുമം അവളുടെ നെറുകിൽ പടർത്തി. ഏട്ടൻ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം,